മുളങ്കാട് അവസാനിക്കുന്ന സ്ഥലത്താണ് നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ മുളങ്കാട് ഇപ്പം നമുക്ക് എനിക്കൊന്ന് നമ്മുടെ ആചാര്യ നമ്മളെ പകർത്തി കാണിക്കും. അപ്പോൾ ഈ കായലിൻ്റെ അടുത്താണ് ഈ മുളങ്കാട്. വളരെ യഥാർത്ഥത്തിൽ മനോഹരമായൊരു മുളങ്കാട് ഉണ്ടായപ്പം ആ മുളങ്കാട് ജീവിതത്തിലെ വിവരക്കേടിന്റെ കാടാക്കി മാറ്റിയിരിക്കുക ആൾക്കാർ. അപ്പം നമ്മൾ മാത്രമല്ല, ഇപ്പം ഞാൻ അറിയുന്ന കാര്യം, ഇവിടേക്ക് വരേണ്ട കുറച്ച് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. നമ്മളിവിടെ വന്നു എന്ന് അറിഞ്ഞിട്ട് ഈ കുട്ടികൾ മാറി നിൽക്കുക. ഇവർക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. വാട്സാപ്പ് ഗ്രൂപ്പ് വഴി ഇവർ സന്ദേശങ്ങൾ എല്ലായിടത്തേക്കും അയച്ചിട്ടുണ്ട്. അവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇനി അങ്ങോട്ട് പോകരുത്. അപ്പോൾ ഇവർ മാറി നിൽക്കുക. പക്ഷേ കുട്ടികളെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, നിങ്ങളോട് നമുക്ക് വിഷമവും വിരോധമൊന്നുമില്ല. നിങ്ങൾ നശിപ്പിച്ച് കളയുന്ന നിങ്ങളുടെ മനോഹരമായ ഭാവിയാണ്. കാര്യം ലോകത്ത് ആരെങ്കിലും കള്ളു കുടിച്ചും അതുപോലെ തന്നെ മയക്കുമരുന്ന് ഉപയോഗിച്ചും രക്ഷപ്പെട്ടിട്ടുണ്ടോ നിങ്ങളൊന്ന് അന്വേഷിക്കുക. ഒരാൾ പോലും കാണില്ല. നിങ്ങളെ ഒരുപാട് താല്പര്യത്തോടെ ഇങ്ങനെ അണിയിച്ചൊരുക്കി വിദ്യാഭ്യാസം നൽകി പള്ളിക്കൂടത്തിലേക്കൊക്കെ അയക്കുന്ന രക്ഷകർത്താക്കളെ ഒരു നിമിഷം നിങ്ങൾ ആലോചിക്കുക. മാത്രമല്ല, നിങ്ങൾ അറിയേണ്ട കാര്യം, 2 or 3 തവണ MDMA പോലുള്ള രാസലഹരി നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിന് അഡിക്റ്റ് ആവും. പിന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷ നേടാൻ വലിയ പാടാണ്. ഒരുപാട് ഡി അഡിക്ഷൻ സെന്ററിനൊക്കെ ജോലിയാവും. അതുകൊണ്ട് നിങ്ങൾ ഇന്നുകൊണ്ട് തീരുമാനിക്കുക. നിങ്ങളുടെ ആർക്കും ഒരു വിഷമവുമില്ല. നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഇനി നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യുക, അല്ലെങ്കിൽ ഉമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യുക, ഇനി ഞാനിത് ഉപയോഗിക്കില്ല എന്ന്. ഇതുവഴിയാണ് ഇവർക്ക് കായലിലേക്ക് ഇറങ്ങാനുള്ള സ്ഥലം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ മനോഹരമായ ശുദ്ധജല തടാകം, എത്രയോ ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന ഈ തടാകത്തിന്റെ കരയിൽ നിന്നാണ് നിങ്ങൾ മാരകമായ വിഷലഹരി ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾ മറന്നുപോകരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിത് പിന്മാറണം. കൊല്ലം ജില്ലാ പോലീസ് സൂപ്പറിനോട് നമുക്ക് പറയാനുള്ള ഒരു അഭ്യർത്ഥന, ഇവിടെ പോലീസ് പിക്കറ്റിംഗ് ഇട്ടായാലും എക്സൈസ് വകുപ്പിനോട് പറയാനുള്ളത്, എക്സൈസ് ഷാഡോ പോലീസിംഗ് നടത്തിയായാലും ശരി, ഇതിനൊരു അവസാനം കൽപ്പിക്കണം. നാട്ടുകാർ ഇവർക്ക് പിന്തുണ കൊടുക്കണം. ശാസ്താംകോട്ട എന്ന് പറയുന്ന ഈ ഗ്രാമത്തിന്, അല്ലെങ്കിൽ ഈ സ്ഥലത്തിന്, ജി ശങ്കരപ്പിള്ള സാറിന്റെ ഒക്കെ പേരിലൊക്കെ അറിയപ്പെടുന്ന ഈ സ്ഥലം, നടൻ മുരളിയുടെ പേരിൽ അറിയപ്പെടുന്ന സ്ഥലം, ബാലേട്ടന്റെ പേരിൽ അറിയപ്പെടുന്ന ഈ സ്ഥലം ഒരിക്കലും ഈ മയക്കുമരുന്ന് വിതരണത്തിനും മയക്കുമരുന്ന് ഉപയോഗിക്കാനുള്ള സ്ഥലമായി മാറ്റരുത്. ഇതിന് 24 ഈ മുളങ്കാടിന് എന്ത് സംഭവിക്കുന്നു എന്ന വാർത്തയ്ക്ക് പിന്നാലെ ഞങ്ങളുണ്ടാകും. മാത്രമല്ല, ഇവിടെ കടക്കാൻ ശ്രമിക്കുന്ന കുട്ടികളുടെ ചിത്രങ്ങൾ ഞങ്ങൾ വേണമെങ്കിൽ മുഖം മറച്ച് കാണിച്ചു കൊടുക്കും. അതുകൊണ്ട് കുട്ടികൾ ഇങ്ങോട്ട് കടക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾക്കൊരു നല്ല ഭാവിയുണ്ട്, നിങ്ങൾ കരുതണം. നമുക്കൊക്കെ, ഞാനും ഒരു അധ്യാപകനായിരുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ വിചാരിക്കണം നിങ്ങളുടെ ജീവിതം എങ്ങനെ വേണമെന്ന്. പലരും നേരത്തെ പറഞ്ഞു, ഈ ഡ്രോൺ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഓടി മറയുന്ന ആൾക്കാരെ കാണാം. കാരണം ആ രീതിയിൽ രാവിലെ തന്നെ ഇടം പിടിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർ വൈകുന്നേരം ഇവിടെ തുടരും എന്നാണ് പറയുന്നത്. ഈ ലഹരി ഉപയോഗമായി രാത്രി വരെ ഇവിടെ താവളമാക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്. അത് കുട്ടികളുണ്ട് എന്നുള്ളതാണ് നമ്മുടെ എപ്പോഴത്തെയും ആശങ്ക. അത് തന്നെയാണല്ലോ. അതല്ല, ഒരു ലൈംഗിക കാര്യങ്ങൾക്കൊക്കെ ഉള്ള താവളമായിട്ടൂടി മുളങ്കാട് മാറിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങളെനിക്ക് തുറന്നു പറഞ്ഞോളൂ. നീ ഇപ്പം നോക്കാൻ കായലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ശാസ്താംകോട്ട കായൽ ആഴങ്ങൾ വീണ് കഴിഞ്ഞാൽ ഭയങ്കര ആഴമുള്ളതും ഇവിടുത്തെ ചെളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരുപാട് താഴ്ച ഉണ്ടല്ലേ? ഉണ്ടാവും മാത്രമല്ല തിരിച്ച് കയറാൻ പറ്റില്ല. അപ്പൊ വീണ് കഴിഞ്ഞാൽ ആൾ മരണപ്പെട്ടു പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പൊ അത് ഒരു ഭയം ഞങ്ങൾക്കും ഉണ്ട്, പോലീസിനും ഉണ്ട്. കാരണം നമ്മൾ ചെല്ലുന്ന സമയത്ത് ഇവർ ഓടി എങ്ങോട്ടെങ്കിലും വീട് പോയാൽ മരണപ്പെട്ടു പോകുമെന്നുള്ളൊരു ഭയം നമുക്കുണ്ട്. പിന്നെ ഈ ലഹരി ഉപയോഗിക്കുന്നതിന് ഉപരിയായിട്ട് മറ്റ് അനാശാസ പ്രവർത്തനങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ നടക്കുന്നത്. സാധാരണ ഇതിൽ നിങ്ങളുടെയൊക്കെ നിരീക്ഷണത്തിൽ ഒരു എത്ര കുട്ടികളൊക്കെ ഇവിടെ വരുന്നുണ്ടാവും? ഒരു 100-ന് മുകളിലുള്ള കുട്ടികളുണ്ടാവും ഒരു ദിവസം. അപ്പൊ വലിയൊരു സീനിയർ ഒരു കോളേജ് ക്ലാസ് നടന്നുകൊണ്ടാണ്. നമ്മുടെ ഈ കോളേജിലെ കുട്ടികളല്ല കൂടുതലും വരുന്നത്, സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ടല്ലേ? കുട്ടികളാണ് വരുന്നത്. കാരണം അവർക്ക് ആദ്യം ഒരു ടീം വന്ന് ഇവിടുത്തെ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ കൂട്ടുകാരെ കൂട്ടി പല ടീമുകളായിട്ട് മാരേജ് ഡെസ്റ്റിനേഷനോ ടൂറിസ്റ്റ് സ്പോട്ടാക്കാൻ പറ്റിയ സ്ഥലമായി മുളങ്കാട്. അവിടെയാണ് ഈ കുട്ടികൾ. അപ്പൊ നിങ്ങൾ, എനിക്ക് തോന്നുന്നത് നിങ്ങൾ പലതും അനാശാസ്യപരമായ കാര്യങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് പ്രായപൂർത്തിയായവർക്ക് എതിരെ നടപടികൾ JJ ആക്ടിൽ തന്നെ കാലത്തിനനുസരിച്ച് മാറ്റം വരുന്ന സമയമായി. നിയമങ്ങളിൽ മാറ്റം ശരിക്കും ഉണ്ടല്ലോ. ഇതിനകത്ത് ജനങ്ങളുടെ പിന്തുണ എന്തായാലും കിട്ടും. 24-ന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകും. അതുപോലെ പോലീസിന്റെ പിന്തുണ ഉണ്ടാകും. മുഖ്യമന്ത്രി പോലും ഇതിനെ പിന്തുണയ്ക്കും. അപ്പൊ നിങ്ങൾ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുക. ഒരു ഇതിനകത്ത് മുതിർന്ന ആൾക്കാരുണ്ടോ? ഇതിൽ മുതിർന്ന ആൾക്കാരല്ലേ കൂടുതലും സഹായത്തിലാണോ കുട്ടികൾക്ക് ഇത് കിട്ടുന്നില്ല? മുതിർന്ന ആൾക്കാരുടെ സഹായങ്ങളൊന്നുമില്ല. ഇവരെന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരുന്നെങ്കിൽ പുറത്തുനിന്നായിരിക്കും വാങ്ങിക്കൊണ്ടുവരുന്നത്. ഇവിടെ ഇതിന്റെ ഒരു വിപണനം നടക്കുന്നില്ല. ഇവരിതുമായി വന്ന് ഇവിടെ നിന്ന് ഉപയോഗിക്കുന്ന ഒരു ശീലമാണ് ഉണ്ടാകുന്നത്. കാര്യം ഇവിടെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെല്ലാം വളരെ ശാസ്താംകോട്ട DB കോളേജിൽ ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന് കുറച്ചുകൂടി അറിയാം. ഇവിടെ ഈ എല്ലായിടത്തും ചുറ്റുപാടും കൊച്ചു വീടുകളാണ്, വളരെ പാവപ്പെട്ട വീടാണ്. ഇതൊന്ന് തെള്ളിയെ തുറക്കുന്ന അവര് രാവിലെ ഭക്ഷണമൊക്കെ വെച്ചിട്ട് പോകും. അവർ തൊഴിലുറപ്പിനൊക്കെ അങ്ങ് പോകും. തിരിച്ചു വരുമ്പോൾ അവരുടെ ഭക്ഷണം കാണത്തില്ല, ഒന്നും കാണത്തില്ല. അതിനകത്ത് മദ്യം ഉൾപ്പെടെ ഉപയോഗിച്ച് അവരുടെ ഭക്ഷണങ്ങളും ടച്ചിങ്സിനായിട്ട് ഇതെല്ലാം ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു കാലമുണ്ട്. ഒരുപാട് പരാതി ഞങ്ങളെടുത്ത് വന്നു. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ പലപ്പോഴും വല്ലാത്ത സ്ഥലമാണല്ലോ ഇത്. നിരന്തരമായി ഭക്ഷണം അടിച്ചു മാറ്റിയ എക്സൈസിന്റെ ഭാഗത്ത് െങ്കിലുവേ ഇതിങ്ങനെ വളരെ കുറെ നാളുകളായിട്ട് ഇങ്ങനെ നടക്കുന്നതാണ് സാറേ. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ഇത് ഇതോടെ തീരണം. ഇതിനൊരു അവസാനം സാറിന്റെ ഒരു ഈ ഒരു ആഭ്യന്തര വകുപ്പിന്റെ ശ്രദ്ധയെ ഇത് കൊണ്ടുവരും തീർച്ചയായിട്ടും. കാര്യം
തീർച്ചയായിട്ടും ഈ ശാസ്താംകോട്ടയിലെ മുളങ്കാട് സൗന്ദര്യത്തോടെ നിങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുക. മാത്രമല്ല, അതിന്റെ ഇവിടെ ഒരു നിരീക്ഷണം ഹസ്ബൻഡൊക്കെ രാവിലെ ഇവിടെ നടക്കാൻ വരുമ്പോ ഇങ്ങനെ പിള്ളേർ രാവിലെ ഇങ്ങനെ കയറി പോകുന്ന ബോട്ടിലുമായിട്ടൊക്കെ കയറി പോകുന്നതാ കാണുന്നത്. അപ്പോഴിവിടെ ഇവിടെ ഉള്ള ആൾക്കാരുടെ അടുത്തൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു അവബോധം ഇവർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഇവരെ പിടിച്ചു നിർത്തിയിട്ട് എന്നൊരു കൗൺസിലിംഗ്. ഞാനൊരു സൈക്കോളജിസ്റ്റാണ്, കൗൺസിലറാണ്. അപ്പോഴ് നമ്മുടെ സൈക്കോളജി വർക്ക് ചെയ്യുന്നില്ലേ? അല്ല, അത് അവരെ കിട്ടണ്ടേ, അവരങ്ങ് പോവുകയല്ലേ എങ്ങനെ. നമുക്ക് 10 പേരെങ്കിലും ഉപദേശിച്ച് നേരെയാകണം. അതാ വ്രതമായിട്ട് എടുക്കും. ഓക്കെ സാറേ, നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ ശരിയാക്കി തരാം. അല്ല, ഞാൻ പറയാൻ വന്നു, ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു അടിയന്തരമായ ഒരു ഇടപെടൽ അതെ, വിഷയത്തിൽ വേണം. നമ്മൾ പി. എസ്. പ്രശാന്തനോട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അഭ്യർത്ഥിക്കുക. യഥാർത്ഥത്തിൽ നിങ്ങൾ ദേവസ്വം ബോർഡ് ഭൂമിയിലാണ് നടക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിൽ ഇടപെടണം. അത് നിങ്ങൾ ഇടപെടുന്നതിൽ കാരണം ഇതൊരു മൂവ്മെന്റ് ആണ്, നമ്മുടെ പ്രൊഡക്ഷൻ റൂമിൽ നിന്ന് വിളിക്കാൻ ജനകീയമായ ഒരു മൂവ്മെന്റ് ആണ്. കിട്ടുന്നില്ല, നാം നിരന്തരം പ്രശാന്തനെ നമ്മൾ ഫോണിൽ ശ്രമിച്ചിരുന്നു, അത് കിട്ടുന്നില്ല. KC എന്ന് പറഞ്ഞൊരു സംഘടനയുടെ പ്രസിഡന്റാണ് ഈ വർഷത്തെ. അപ്പൊ ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ. അപ്പൊ ഞങ്ങൾ ഇതിന്റെ ആ ഒരു സംഘടനയുടെ ഭാഗമായിട്ട് തന്നെ പല ക്ലാസ്സുകൾ സ്കൂളുകളിലും ഇനിയിപ്പോ കോളേജിലും ഞങ്ങൾ ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ആദ്യം എന്താ പറയുക വേണ്ടത്, ശാസ്താംകോട്ടിലെ ജനങ്ങൾ സംഘടിപ്പിച്ച് നിങ്ങൾ മുളങ്കാട്ടിലേക്ക് ഒരു യാത്ര നടത്തണം. അവിടെ വെച്ച് നിങ്ങൾ പ്രഖ്യാപിക്കണം, അതായത് ഇനി എന്ത് സംഭവിച്ചാലും ഈ ആളുകളെ ഇങ്ങോട്ട് കടത്തില്ല. ഇനി അത് ഉടനെ തന്നെ അത് നടത്തുന്നത്. അതിനകത്ത് ആരെങ്കിലും എടുത്ത് കായലി ചാടും. കാര്യം ഒരു രാജ്യത്തെ രക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഒരാൾ കായലി ചാടും എന്ന് പറഞ്ഞാൽ അതൊരു ഭീഷണിയായിട്ട് മാത്രം എടുത്താൽ മതി. കാര്യം നമ്മൾ ഇതിന് നമ്മുടെ കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ നമ്മളും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. സമിതി തന്നെ ഉണ്ടാക്കണം. ഇവിടെ നാട്ടുകാരെല്ലാം കൂടി ചേർന്നിട്ട് ജനജാഗ്രത സമിതി ഉണ്ടാക്കി ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണത്തോടു കൂടി മാത്രമേ നമുക്ക് ഇതിനെ തുടച്ചു നിൽക്കാൻ കഴിയുള്ളൂ. നല്ല 2 ഗ്രന്ഥശാലകളുണ്ട്. ഒരു ഗ്രന്ഥശാല ഞാൻ തന്നെ പ്രസിഡന്റ്, ശാസ്ത്രമായ ഗ്രാമോദ്ധാരണ ഗ്രന്ഥശാല എന്ന് പറയും. ഞങ്ങൾക്ക് 27-ാം തീയതിയിലും ഒരു പരിപാടി വെച്ചിട്ടുണ്ട്. ഈ ബോധവൽക്കരണം കൊണ്ട് മാത്രം നടക്കത്തില്ല, എല്ലാവരും കൂടെ കൂട്ടായ JC ആയാലും വൈസ്മെൻ ആയാലും ഏത് എക്സൈസും പോലീസും എല്ലാം കൂടെ ചേർന്ന് നമുക്ക് സാറിന്റെ ഈ ഈ ഒരു കാര്യം ഇവിടെ സാക്ഷാത്കരിക്കാം. ഇത് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാം. അദ്ദേഹം ഇപ്പോ ഫോണിൽ പ്രതികരിക്കുന്നില്ല തൽക്കാലം ഈ വിഷയത്തിൽ നിന്ന് പറയുന്നുണ്ട്. അതെ, ദേവസ്വം അതെ. അദ്ദേഹം പഠിക്കട്ടെ, അദ്ദേഹം സമയത്തുള്ളൂ. പക്ഷെ അങ്ങയുടെ ഒരു ഇടപെടൽ ഇതിനകത്ത് ഉണ്ടാവണം. എന്തായാലും അങ്ങയുടെ ഒരു കാര്യം, നമ്മുടെ എക്സൈസിലെ ഓഫീസർ ഇവിടെ ഉണ്ട്, പ്രജിൻ, നമ്മൾ ഇവിടെ സാക്ഷിയാക്കി നമ്മൾ പറയുന്നു, ഈ മുളങ്കാട്ടിലെ അനാശാസ്യ നടപടികളും ഈ മയക്കുമരുന്ന് ഉപയോഗം ഇവിടെ നമ്മൾ അവസാനിപ്പിക്കും. ശാസ്താംകോട്ടിലെ ജനങ്ങൾ സംഘടിക്കുക. നിങ്ങൾ അടുത്ത ദിവസം തന്നെ, തൊട്ടടുത്ത ദിവസം ഈ മുളങ്കാട്ടിലേക്ക് ഒരു മാർച്ച് നടത്തുക. അതുപോലെ തന്നെ കൊല്ലം ജില്ലാ പോലീസ് സൂപ്രണ്ട് ഈ കാര്യത്തിൽ ഒരു സുരക്ഷാ സേനയെ തന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുക. അതായത് കായലിലേക്ക് ചാടാൻ സാധ്യതയുള്ള കുട്ടികളുണ്ട്, പല എൻട്രികൾ ഉണ്ടെന്ന് പറയുന്നു. എന്തായാലും ആളുകൾ സംഘടിക്കണം. 24 ഇത് വാർത്തയാക്കുന്നു. മാത്രമല്ല ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ നമ്മൾ കൊണ്ടുവരും. ഇത്തരം താവളങ്ങൾക്കൊന്നും ഇനി സാധ്യതയില്ല. ഈ താവളങ്ങൾ അടച്ചുപൂട്ടും. അതുപോലെ കുട്ടികൾ ഇതിൽ നിന്ന് പിന്തിരിയണം. നിങ്ങളോട് നമ്മൾ വളരെ ഒരു 10-40 കൊല്ലം ഈ മീഡിയയിൽ പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ഭാവി നിങ്ങൾ തന്നെ കൊണ്ട് തുലയ്ക്കരുത്. ഈ ചേട്ടന്മാരൊന്നും പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. ഈ മുതിർന്ന ആളുകൾ നിങ്ങളെ ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കും. ഈ മുളങ്കാട് എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായി സംരക്ഷിച്ചു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കല്യാണ പാർട്ടികൾക്ക് വരാം, കുട്ടികൾക്ക് ഫോട്ടോ എടുക്കാൻ വരാം, ഫോട്ടോ സെഷൻ അല്ലേ, ഫോട്ടോഷൂട്ട് നടത്താം. അപ്പോൾ ഒരുപാട് സാധ്യതയുണ്ട്. അപ്പൊ എനിക്ക് തന്നെ തോന്നുന്നു പറ്റുമായിരുന്നെങ്കിൽ ഇവിടെ ഒന്നൊരു കല്യാണം കഴിക്കാമായിരുന്നു. അല്ലേ ഇവിടെ സാറേ ഇതൊരു ഹോസ്റ്റലാ. ഈ പാഠ്യേതര പ്രവർത്തനങ്ങൾ ഇവിടെ നടത്താമല്ലോ, കുട്ടികൾക്ക് വേണമെങ്കിൽ അവിടെ വന്നിട്ട് നടത്താം, അവരുടെ കൂട്ടായ്മയൊക്കെ ആവാം.